ഫേക്ക് ആയിട്ടുള്ള സ്വർണ്ണം തന്ന് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യണം, ദുബായിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഹായ് ഹലോ ഒരുപാട് ഇറ്റ് ശ്രീജിത്ത് സൈഡ് ജ്വല്ലറി ഡിസൈനർ. കുറഞ്ഞ പ്യൂരിറ്റി ഉള്ള സ്വർണ്ണം കൂടുതൽ പ്യൂരിറ്റി ഉണ്ടെന്ന് കരുതി വാങ്ങിക്കുന്നതാണ് ഒരു തെറ്റ്. 22 ക്യാരറ്റ് സ്വർണ്ണാഭരണമാണെന്ന് കരുതി 18 ക്യാരറ്റ് സ്വർണ്ണാഭരണം വാങ്ങുന്നത്, ഫേക്ക് അല്ലെങ്കിൽ തെറ്റായ ഹോൾ മാർക്കിംഗ് ഉള്ള സ്വർണ്ണാഭരണം വാങ്ങുന്നത്. ഇനി ഹോൾ മാർക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ അത് ഫേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് BIS ഹോൾ മാർക്കിങ്ങിന്റെ ആപ്പ് വഴി നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാങ്ങുന്ന സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി അറിയുന്നില്ല എന്നുള്ളതാണ്. വാങ്ങിയതിന് ശേഷമായിരിക്കും ഈ ഒരു കാര്യം അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ദുബായിലേക്ക് വരാം. എല്ലാ രാജ്യത്തും വാങ്ങുന്ന സ്വർണ്ണവും സെയിം തന്നെയാണ്, അതിന്റെ പ്യൂരിറ്റി മാത്രമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ദുബായിലെ റെഗുലേഷൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദുബായ് ഗവൺമെന്റ് കീഴിലായിരിക്കും സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുക. എന്നിരുന്നാലും പല ലോക്കൽ മാർക്കറ്റിൽ നിന്ന് സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. എല്ലാവരും വ്യാജ സ്വർണ്ണം വിൽക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, വാങ്ങുന്ന സ്വർണ്ണത്തിന്റെ ബില്ലും പ്യൂരിറ്റിയും വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇന്ത്യയിലുള്ള ആളുകളാണ് ഹോൾ മാർക്കിംഗ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഗോൾഡ് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലുള്ള ഗോൾഡ്, ഡയമണ്ട്, ജ്വല്ലറി, ഇൻഡസ്ട്രി പരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക.